CPI 25-ാം പാർട്ടി കോൺഗ്രസിന്റെ മഹാറാലിക്ക് തുടക്കം. പൊതുസമ്മേളനം ഉടൻ ആരംഭിക്കും. ശരത് ലാലാണ് ചേരുന്നത്. വിവരങ്ങളുമായി ശരത്, വിശദാംശങ്ങൾ. CPM-ന്റെ CPI-യുടെ 25-ാം പാർട്ടി കോൺഗ്രസിനാണ് ഇന്ന് മഹാറാലിയുടെ തുടക്കമുള്ളത്. ചണ്ഡീഗഡിലെ മൊഹാലിയിലാണ് ഈ റാലി. കാരണം CPI-യുടെ പഞ്ചാബിലെ ശക്തി തെളിയിക്കുന്ന റാലി തന്നെയായിരുന്നു. അല്പസമയം കൊണ്ട് പൊതുസമ്മേളനം ആരംഭിക്കും. CPI ജനറൽ സെക്രട്ടറി ഡി രാജ ഇക്കുറി മാറുമോ എന്നതാണ്. ശബ്ദ സംപ്രേഷണത്തിൽ ചെറിയ പ്രശ്നമുണ്ട്. അവിടെ നിന്നുള്ള ഓഡിയോ കറക്റ്റ് അല്ല. CPI 25-ാം പാർട്ടി കോൺഗ്രസിന്റെ മഹാറാലിക്ക് തുടക്കമായിരിക്കുകയാണ്. പൊതുസമ്മേളനം ഉടൻ ആരംഭിക്കും. ശരത്ത്, തുടരാം. ലക്ഷ്മി പത്മ പാർട്ടിയുടെ 25-ാം പാർട്ടി കോൺഗ്രസ് ആണ് CPI-യുടെ ചണ്ഡീഗഡിൽ നടക്കുന്നത്. 100 വർഷം പൂർത്തിയാക്കുന്ന ഒരു പാർട്ടിയുടെ 25-ാം പാർട്ടി കോൺഗ്രസ് ആണ്. ഈ പാർട്ടി കോൺഗ്രസിൽ വളരെ പ്രധാനമായത് യൗവനത്തെ, അതായത് പാർട്ടി ജനറൽ സെക്രട്ടറി ഡി രാജ ഈ തവണ മാറുമോ എന്നതാണ്. കാരണം 75 വയസ്സ് എന്നുള്ള ഭരണഘടന, CPI-യുടെ ഭരണഘടന അനുസരിച്ച് ഡി രാജ മാറണം. കേരളത്തിൽ പന്ന്യൻ രവീന്ദ്രൻ അടക്കമുള്ള മുതിർന്ന നേതാക്കളൊക്കെ 75 പ്രായപരിധി ഭരണഘടന അനുസരിച്ച് പാർട്ടി ഘടകങ്ങളിൽ നിന്ന് മാറിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഈ തവണ ഈ കാര്യത്തിൽ ഡി രാജക്ക് ഇന്ത്യ മുന്നണിയുടെയൊക്കെ ബന്ധമൊക്കെ കണ്ട് ഡി രാജയെ സംബന്ധിച്ചോളം ഇത് ഒരു ഇളവ് നൽകുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. ഏതായാലും വളരെ വ്യക്തമായ ഇക്കുറിയത്തെ പാർട്ടി കോൺഗ്രസിൽ വളരെ പ്രധാനപ്പെട്ട വിഷയം സ്ത്രീ ശാക്തീകരണമാണ്. ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടും എന്നാണ് അറിയുന്നത്. ഏതായാലും പാർട്ടി കോൺഗ്രസിൽ ഇവിടെ പഞ്ചാബിലെ CPI-യുടെ വളരെ ശക്തി പ്രകടനം തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ബിനോയ് വശം അടക്കമുള്ള മുഴുവൻ നേതാക്കളും റാലിയിൽ അണിനിരക്കാൻ എത്തിയിട്ടുണ്ട്. ഈ കാര്യങ്ങൾ നമുക്ക് പറയാൻ കഴിയുന്നത്, കേരളത്തിലെ പാർട്ടി CPI-യെ സംബന്ധിച്ചിടത്തോളം 114 പ്രതിനിധികളാണ് ലക്ഷ്മി എത്തിയിരിക്കുന്നത്. ടോട്ടൽ 786 പ്രതിനിധികളാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. ഈ 5 ദിവസം നടക്കുന്ന ഈ സമ്മേളനത്തിലായിരിക്കും പാർട്ടിയുടെ CPI-യുടെ നയപരിപാടികൾ, അടുത്ത പാർട്ടി കോൺഗ്രസ് വരെയുള്ള നയപരിപാടികൾ തീരുമാനിക്കുക. ഏതായാലും നമുക്കിപ്പോൾ അറിയാവുന്ന ഒരു കാര്യമെന്നാൽ പാർട്ടി കോൺഗ്രസിൽ ചർച്ചകൾ നടക്കും. കാരണം കനയ്യ കുമാർ അടക്കമുള്ള യുവനിരകളൊക്കെ കൊഴിഞ്ഞുപോയത്, അതേപോലെ തന്നെ പാർട്ടിയുടെ ദേശീയ പദവി നഷ്ടപ്പെട്ടത് തുടങ്ങിയ കടുത്ത വിമർശനമാണ് ഇപ്പോൾ തന്നെ പ്രതിനിധികൾ ഉയർത്തുന്നത്. ഇത്തരത്തിലുള്ള കടുത്ത ഒരു ചർച്ച അല്ലെങ്കിൽ വിമർശനാത്മക ചർച്ച നടക്കുമെന്ന് തന്നെയാണ് ബിനോയ് വിശ്വം അതുപോലെ തന്നെ പ്രകാശ് ബാബു നേരത്തെ നമ്മളോട് വ്യക്തമാക്കിയത്. ഏതായാലും പ്രതിനിധികൾ ഇക്കാര്യത്തിൽ യുവ നേതൃത്വം. ശരത് ലാലാണ് വിവരങ്ങൾ പങ്കുവച്ചത്.